നമുക്കിന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ മുട്ടയും കായും കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കായ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിലോട്ട് മുളക് പൊടി, ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്ത് അതൊന്ന് 2 വിസിലടിച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാളികേരം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ചൂടാറുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കായയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് കറിവേപ്പില ചേർക്കണം. അടുത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. മുട്ട ഇതേപോലെ പുഴുങ്ങി 2ആയിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉള്ളി അരിഞ്ഞ് കാച്ചിയതും കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള മുട്ട കായക്കറി റെഡി.